നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ തോട്ടട ITIയിൽ KSU-SFI സംഘർഷം. പ്രവർത്തകർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി, പോലീസ് ലാത്തി വീശി. പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് തീയിട്ട സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ഏകാധിപത്യത്തിന് ഏകാധിപതിയായ മുഖ്യമന്ത്രി ഉത്തരം പറയണമെന്ന് VD സതീശൻ. പാനൂർ നഗരമധ്യത്തിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് ആശങ്ക പരത്തി. പ്ലാസ്റ്റിക് കുമിഞ്ഞ് കത്താൻ തുടങ്ങിയതോടെ വ്യാപാരികൾക്കും സ്കൂൾ കുട്ടികൾക്കും ദേഹാസ്വാസ്ഥ്യം. കടുത്ത ബ്രണ്ണൻ പക്ഷപാതിയായതിനാൽ ചുക്ലിയിലെ തലശ്ശേരി ഗവൺമെന്റ് കോളേജ് എന്ന ആശയത്തെ താൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. അമ്മയും കുഞ്ഞും ആശുപത്രി 2025 ഉദ്ഘാടന സജ്ജമാകുമെന്നും സ്പീക്കർ. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ തോട്ടട ITIയിൽ KSU-SFI സംഘർഷം. KSU പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ കെട്ടിയ കൊടി SFI പ്രവർത്തകർ തകർത്തതോടെയാണ് സംഘർഷമുണ്ടായത്. ക്യാമ്പസിനുള്ളിൽ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി. സംഘർഷം കനത്തതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. KSU പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ കെട്ടിയ കൊടി SFI പ്രവർത്തകർ തകർത്തതോടെയാണ് സംഘർഷമുണ്ടായത്. ക്യാമ്പസിനുള്ളിൽ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി. സംഘർഷം കനത്തതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. രണ്ട് സംഘടനയുമുള്ളവർ പരസ്പരം ഏറ്റുമുട്ടിയതോടെ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് തീയിട്ട സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു പാർട്ടി ഓഫീസാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം രാവിലെയാണ് സംഭവം. മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ലെന്ന് പറയുന്ന ഈ ഏകാധിപത്യത്തിന് ഏകാധിപതിയായ മുഖ്യമന്ത്രി ഉത്തരം പറയണമെന്നും VD സതീശൻ പറഞ്ഞു. ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ഒരു പാർട്ടി ഓഫീസിനാണ് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം വെളുപ്പിനാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു തകർക്കുകയും ഇവിടുത്തെ CCTV ക്യാമറ തല്ലിപ്പൊളിക്കുകയും പെട്രോൾ ഒഴിച്ചതിൻ്റെ ഡോറിന് തീ വയ്ക്കുകയും ചെയ്തു. എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ! കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് പറയുന്ന ഈ ഏകാധിപത്യം, ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് ഉത്തരം പറയണം. ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. ഇതിനെ തള്ളിപ്പറയണം. അത്തരം ആളുകളുമായി ഈ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ പാർട്ടി അവരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ സംസാരിക്കും. അത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞപ്പോഴും ആ കൊലപാതകത്തിൽ പാർട്ടിക്കൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് CPM പറഞ്ഞത്. ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി സ്വീകരിക്കണം. ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ കാണാനാണ് ഞാനിവിടെ എത്തിയതെന്നും VD സതീശൻ പറഞ്ഞു. ഡിസംബർ 8-നാണ് പിണറായി വെണ്ടുട്ടായിയിൽ കോൺഗ്രസ് ഓഫീസ് തീവെച്ച് നശിപ്പിച്ചത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് ഓഫീസിന് തീയിട്ടത്. ഓഫീസിലെ CCTVകളെല്ലാം അക്രമികൾ എടുത്തുകൊണ്ടുപോയിരുന്നു. KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഓഫീസിനാണ് തീയിട്ടത്. മാടായി കോളേജിലെ വിഷയം പാർട്ടി ഇടപെട്ട് രമ്യമായി പരിഹരിച്ചു തീർക്കുമെന്നും VD സതീശൻ പറഞ്ഞു. രാവിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രവർത്തകരുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KPCCയിലെ നേതൃമാറ്റ ചർച്ചകൾ അദ്ദേഹം നിഷേധിച്ചു. പാനൂർ നഗരമധ്യത്തിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് ഏറെ നേരം ആശങ്ക പരത്തി.
പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരത്തിനാണ് ബുധനാഴ്ച രാവിലെ 10 മണിയോടെ തീപിടിച്ചത്. ഏറെ നേരം പ്ലാസ്റ്റിക് കുമിഞ്ഞ് കത്താൻ തുടങ്ങിയതോടെ വ്യാപാരികൾക്കടക്കം പലർക്കും പുക ശ്വസിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഒടുവിൽ പാനൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് പാനൂർ UP സ്കൂളിന് പിറകിലെ ഒഴിഞ്ഞ പറമ്പിൽ തീപിടുത്തമുണ്ടായത്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ടതിനാണ് തീപിടിച്ചത്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞു കത്തിയതോടെ പുക ശ്വസിച്ച് വ്യാപാരികളടക്കം പലർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. പലരും കടപൂട്ടി തിരിച്ചു പോകേണ്ട അവസ്ഥയുമുണ്ടായതായി സമീപത്തെ KNK ഇലക്ട്രിക്കൽസ് ഉടമ മനോജ് പറഞ്ഞു. മത്സ്യ മാർക്കറ്റിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യ കൂമ്പാരം ഇന്ന് രാവിലെ 10 മണിക്ക് അങ്ങനെ തീപിടിച്ചു. അടുത്തായിട്ടുള്ള പാനൂർ UP സ്കൂൾ കുട്ടികൾക്കും ഇതിൻ്റെ ഈ കോംപ്ലക്സിൻ്റെ സമീപപ്രദേശത്തുള്ള കച്ചവടക്കാർക്കും അതിൻ്റെ അസ്വസ്ഥതയുണ്ടായി. വിവരം അറിഞ്ഞ് പാനൂർ മുനിസിപ്പാലിറ്റി ജീവനക്കാരും ഫയർ സർവീസ് സാറും വന്ന് അത് തീക്കെടുത്തി. തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ മാലിന്യം കത്തുന്നത്. അതുകൊണ്ട് ഈ മാലിന്യം എത്രയും പെട്ടെന്ന് പുറത്തേക്കും കൊണ്ടുപോകുക അല്ലെങ്കിൽ കുഴിച്ച് മൂടുകയോ ചെയ്യുക. ഇതുകൊണ്ട് ഈ UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ട്. പാനൂർ UP സ്കൂളിന് തൊട്ടുപിറകിലായാണ് തീപിടുത്തമുണ്ടായതെന്ന് ആശങ്ക വർദ്ധിപ്പിച്ചു. സമീപത്തെ പ്രിന്റോ പ്രസ് ഉടമ സുനിൽകുമാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. വാഹന സൗകര്യമില്ലാത്ത വഴിയായതിനാൽ മറ്റൊരിടത്ത് വാഹനം നിർത്തി മതിൽ ചാടിക്കടന്നാണ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത്. അരമണിക്കൂറിനകം ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കി. സീനിയർ ഫയർ ഓഫീസർ സൂരജ്, ഫയർ ഓഫീസർമാരായ വിപിൻ, അരുൺലാൽ, വിജേഷ്, അനിൽകുമാർ, രത്നാകരൻ എന്നിവർ ചേർന്നാണ് തീയണച്ചത്. സ്വകാര്യ വ്യക്തിയുടെ ഈ സ്ഥലത്ത് രാത്രികാലത്താണ് മാലിന്യം തള്ളൽ നടക്കുന്നത്. പലതവണ പരാതിപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പും ഇതേ സ്ഥലത്ത് തീപിടുത്തമുണ്ടായിരുന്നു. അന്ന് പാനൂർ UP സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായിരുന്നു. കടുത്ത ബ്രണ്ണൻ പക്ഷപാതിയായതിനാൽ ചൊക്ലിയിലെ തലശ്ശേരി ഗവൺമെന്റ് കോളേജ് എന്ന ആശയത്തെ താൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. പനിന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം, സ്വിമ്മിംഗ് പൂൾ, ഫിറ്റ്നസ് സെന്റർ തുടങ്ങിയവയുടെ സ്ഥലമെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം ചെമ്പാട് വെസ്റ്റ് UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. അമ്മയും കുഞ്ഞും ആശുപത്രി 2025 ഉദ്ഘാടന സജ്ജമാകുമെന്നും സ്പീക്കർ പറഞ്ഞു. തലശ്ശേരിയിൽ ഗവൺമെന്റ് കോളേജ് വേണമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ആശയത്തെ താൻ പ്രോത്സാഹിപ്പിച്ചില്ല. കടുത്ത ബ്രണ്ണൻ പക്ഷപാതിയായതിനാൽ മറ്റൊരു കോളേജ് വന്നാൽ ബ്രണ്ണന്റെ പൊലിമ കുറയുമെന്നായിരുന്നു തന്റെ സംശയം. എന്നാൽ കോടിയേരി വിട്ടില്ല. മണ്ഡലം തല യോഗം വിളിച്ചപ്പോൾ സ്ഥലവും ഫണ്ടും നൽകാമെന്ന് പറഞ്ഞ് ചൊക്ലി പഞ്ചായത്ത് മുന്നോട്ട് വന്നതോടെയാണ് ചൊക്ലിയിൽ തലശ്ശേരി ഗവൺമെന്റ് കോളേജ് യാഥാർത്ഥ്യമായതെന്നും ജനശക്തിയുടെ തെളിവാണിതെന്നും സ്പീക്കർ പറഞ്ഞു. ഞാൻ ഈ കടുത്ത ബ്രണ്ണൻ പക്ഷപാതിയാണ്. ഏതെങ്കിലും തരത്തിൽ കോളേജ് വന്നാൽ ബ്രണ്ണന്റെ ഒരു ഒരുമ കുറയുമ്പോൾ ഞാൻ അങ്ങനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു ഗവൺമെന്റ് നമുക്കൊരു കോളേജില്ലേ, ഞാൻ വൈകിട്ട് പോകുന്നു പറഞ്ഞാൽ മൂപ്പുറത്താക്കി മണ്ഡല കമ്മിറ്റി യോഗമൊക്കെ വിളിച്ചു. കോളേജ് വേണമെന്ന് തീരുമാനിച്ചു എന്റെ സാന്നിധ്യം തന്നെ. പക്ഷെ എവിടെ സ്ഥലം വേണ്ടേ? അങ്ങനെ ചുപ്ലിക്കരെ പറഞ്ഞു ഞങ്ങൾ സ്ഥലം തരാം, ഫണ്ട് ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം. അങ്ങനെയാണ് ഇന്നത്തെ ഗവൺമെന്റ് കോളേജ് ചൊക്ലി, തലശ്ശേരി ഗവൺമെന്റ് കോളേജ് ചൊക്ലി ജനകീയ സംരംഭത്തിൽ ജനങ്ങൾ മുൻകൈയെടുത്ത് ഭൂമി വാങ്ങിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ കോളേജ് അനുവദിച്ചു. ആ കോളേജ് എന്ന കോടിയുടെ പേര് തീർത്തും യാദർച്ഛികം, നിർഭാഗ്യം എന്ന് പറയാമെന്നല്ലാതെ കോളേജ് ആരംഭിച്ചു. അവിടെ 3 ഡിഗ്രി കോഴ്സ്, PG ഉണ്ടെങ്കിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഇനി ഒരു വികസനവും നടക്കില്ല. നിയമത്തിന്റെ നൂലാമാലകൾ തന്നെയാണ് കാരണം. താനടക്കം ഏറെ പഴികേട്ടതാണ് അമ്മയും കുഞ്ഞും ആശുപത്രിയുമായി ബന്ധപ്പെട്ട്. അമ്മയും കുഞ്ഞും ആശുപത്രി 2025 ഉദ്ഘാടനം ചെയ്യുമെന്നും സ്പീക്കർ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ഒരു അസംബ്ലി മണ്ഡലത്തിന്റെ പ്രശ്നം വളരെ ഭൂമിശാസ്ത്രപരമായി ചെറുത്, എന്നാൽ തടസ്സങ്ങൾ നിൽക്കുന്ന 5 കാര്യങ്ങൾ.
ഇപ്പോ നിങ്ങളൊക്കെ ഞങ്ങളെ പലപ്പോഴും വിമർശിച്ചു ജനറൽ ഹോസ്പിറ്റൽ. ഒരു നിർമ്മാണം അവിടെ നടക്കൂല. എന്താ കാരണം? ആർക്കോളജിക്കൽ സർവേ ഇന്ത്യയുടെ അനുമതി വേണം. ഒന്ന്. ഇനി 2, നിർമ്മാണം നടത്താൻ തീരുമാനിച്ചാൽ CRZ അനുമതി വേണം. 2. ഇനി ഇത് രണ്ടിനെയും അനുമതിയിട്ട് നിർമ്മിച്ചാലോ കടൽ കാറ്റേറ്റ് നിർമ്മാണ പ്രവർത്തനം എളുപ്പത്തിൽ നശിച്ചു പോകും. ഇതൊരു തടസ്സം. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ പുഴ, വേറെ പത്രത്തുമല്ല റെയിൽ. ഇങ്ങനെ ഒരുപാട് പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന ഒരു അസംബ്ലി മണ്ഡലമാണ് തലശ്ശേരി. അത് അധികം ആർക്കും അറിയില്ല. ആകെ പാലികൾ നമ്മളെ നിൽക്കുന്നത്. വിമർശനം അമ്മയും കുഞ്ഞു ആശുപത്രി എന്തായി? ഒരു വിമർശനം എങ്ങനെയാണ്? അമ്മയും കുഞ്ഞു ആശുപത്രി സഖാവെ, ആ അമ്മ പ്രസവിച്ചു, ആ കുഞ്ഞു വണ്ണം വെച്ചു, കുഞ്ഞും പ്രസവിച്ചു, ആശുപത്രിയില്ല. ഇതൊരു വിമർശനമാണ്. നിങ്ങൾ പറയാൻ പറ്റില്ല. കാരണം എന്താ? നിങ്ങൾ കാണുന്നത് ശരിയല്ലേ? 2015 കോടി രൂപ ഫണ്ട് സ്വരൂപിച്ചു. 2024 ആശുപത്രി ആധാരത്തായില്ല. ശരിയാണ്. എന്താ കാരണം? ഭൂമിയില്ല. അങ്ങനെയാണ് പാടുപെട്ട് അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് സംസാരിച്ചൊരു സ്ഥലം കണ്ടെത്തി. അപ്പോഴോ അത് വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടം. അതിന്റെ കൺവേർഷൻ കുറെ തടസ്സം വന്നു. ഇനി ഇതിന്റെ അവകാശികളെല്ലാം തന്നെ UK, US, മറ്റ് വിദേശ രാജ്യങ്ങൾ, അവർക്കാർക്കുള്ള സ്ഥലവും വേണ്ട, ഇങ്ങോട്ട് വരുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. രേഖാപരമായി ക്ലിയറൻസ് വേണം. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം അഡീഷണൽ മ്യൂസിയം ഇരിക്കുന്ന അർജുനൊക്കെ അവരൊക്കെ പാടുപെട്ട് അധ്വാനിച്ച് ഒടുവിൽ ഭൂമി തിരുവനന്തപുരത്ത് ഇവിടെ സത്താർ കൺവെർട്ട് ചെയ്തു. ഇവിടുത്തെ ഒരു രേഖയുണ്ടാക്കിയ അവസാനം ഭൂമി നമ്മൾ ഏറ്റെടുത്തു. അവിടെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ നടക്കുകയാണ്. അത് 2025 പൂർത്തിയാകും. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A. ശൈലജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം E. വിജയൻ, K. ജയരാജൻ, KP ഭാർഗവൻ, KK ബാലൻ, പനിന്നൂർ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പനിന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രമ ടീച്ചർ കമ്മിറ്റി പാനൽ അവതരിപ്പിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് T. ഹരിദാസ് സ്വാഗതവും KP രമ നന്ദിയും പറഞ്ഞു. സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ, MP ഷാഫി പറമ്പിൽ എന്നിവർ രക്ഷാധികാരികളായി 101 അംഗ സ്ഥലമെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. മാഹി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മയ്യഴി നഗരസഭ മുൻ കൗൺസിലറുമായിരുന്ന കോൺഗ്രസ് നേതാവ് EV നാരായണന്റെ 6ാം ചരമവാർഷിക ദിനം ആചരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിൽക്കുകയും ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നിരാഹാര സമരത്തിന് മുൻനിരയിൽ നിൽക്കുകയും ചെയ്ത നിശ്ചയദാർഢ്യമുള്ള നേതാവായിരുന്നു EV നാരായണനെന്ന് മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജ് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ആ EVയുടെ നിശ്ചയദാർഢ്യത്തെയാണ് ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്നത്. എന്തും പറയുന്ന കാര്യം കമ്മിറ്റികളിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം അറിയാൻ പറ്റും. വെട്ടിത്തുറന്ന അഭിപ്രായം പറയും. അതിനെക്കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം നോക്കാറില്ലായിരുന്നു. അത്ര ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുക്കാൻ അത്തരം ആളുകൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പൊതു പ്രസ്ഥാനത്തിലും കുറഞ്ഞ. K. മോഹനൻ അധ്യക്ഷനായി. PP വിനോദ്, സത്യൻ കേളോത്ത്, K. ഹരീന്ദ്രൻ, PP ആശാലത, പൊത്തങ്ങാടൻ രാഘവൻ, പത്മനാഭൻ പത്മാലയം എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലശ്ശേരി മുനിസിപ്പൽ ബ്ലോക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. തലശ്ശേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് മാർച്ച് നടത്തിയത്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലം സർക്കാരിന് സേവിച്ച് ഒരു 56 വയസ്സാകുമ്പോഴേക്കും പെൻഷൻ പറ്റി പോകുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. ആ പെൻഷൻ പറ്റി പോകുമ്പോൾ നിങ്ങൾ നിലവിൽ ജോലി ചെയ്ത ആ ഒരു കാലയളവിനുള്ളിൽ മാറ്റിവെക്കപ്പെടുന്ന തുകയാണ് യഥാർത്ഥത്തിൽ പെൻഷൻ എന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ആ പെൻഷൻ നിങ്ങൾക്ക് കൃത്യമായി ആ കാലത്ത്, അതായത് 2013 ശേഷം ഈ ജോലിയിലുള്ള ആളുകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനായി ലഭിക്കുന്നുണ്ട്. അതിനുശേഷം 2013 ഈ നിയമം വന്നതോടുകൂടിയുള്ള
ആ ഒരു പ്രയാസം ജീവനക്കാർ നേരിടുന്നത് അവരുടെ പങ്കാളിത്ത പെൻഷൻ, അതായത് പെൻഷൻ പദ്ധതിയിലേക്ക് വിഹിതം അടച്ചുകൊണ്ട്. KSSPU ജില്ലാ സെക്രട്ടറി VP കിരൺ വിശദീകരണം നടത്തി. പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കാൻ ബാക്കിയുള്ള ആദ്യഗഡു ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. KV ദാമോദരൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം കുൽസൻ BV, ബ്ലോക്ക് കമ്മിറ്റി അംഗം C സ്നേഹലത തുടങ്ങിയവർ സംസാരിച്ചു. KK വിനോദ് കുമാർ സ്വാഗതവും MC രാജൻ നന്ദിയും പറഞ്ഞു. ബസ്സിൽ നിന്ന് കളഞ്ഞുകിട്ടിയ സ്വർണം തിരിച്ചേൽപ്പിച്ച് ബസ് കണ്ടക്ടർ മാതൃകയായി. തലശ്ശേരി പെരിങ്ങാടി റൂട്ടിലോടുന്ന KL 58-176 ഐശ്വര്യ ബസിന്റെ കണ്ടക്ടർ K ശ്രീനാഥാണ് ആഭരണം ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ചത്. തലശ്ശേരി പെരിങ്ങാടി റൂട്ടിലോടുന്ന KL 58-176 നമ്പർ ഐശ്വര്യ ബസിന്റെ കണ്ടക്ടർ K ശ്രീനാഥാണ് ആഭരണം ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ചത്. തലശ്ശേരി മുബാറക് വുമൻസ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ സ്വർണം തലശ്ശേരി ട്രാഫിക് സ്റ്റേഷനിലെ SI മനോജിന്റെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് വിദ്യാർത്ഥിനിക്ക് കൈമാറിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490-2338-912. Mobile 9846816762. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി.
രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497-360-333. മറ്റു വാർത്തകളിലേക്ക്. പാനൂർ നഗരസഭയിലെ ചെറുപുല്ലൂക്കര പൊക്കിണക്കുന്നുമ്മൽ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 79 ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തി ആരംഭിച്ചത്. പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ആലോചിച്ചുള്ളത് പിന്നെയുള്ളത് നമ്മുടെ നഗരസഭയിലെ എല്ലാ വീടുകളിലേക്കും വാട്ടർ പൈപ്പ് കണക്ഷൻ കൊടുത്ത് നമ്മൾ വെള്ളം എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ആലോചിച്ചത്. അങ്ങനെയാണ് 16 കോടി രൂപയുടെ DPR തയ്യാറാക്കി ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് നൽകിയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീടുകളിലും കുടിവെള്ളമില്ലാത്ത എല്ലാ വീടുകളിലും എത്തിക്കാൻ കഴിയും. മൈക്രോ പദ്ധതി പ്രകാരമല്ലാത്ത ചില പ്രദേശങ്ങൾ മൈക്രോ പദ്ധതി കൊണ്ടുവരാൻ കഴിയില്ല. ഇതേപോലെ ചെറിയ കുടിവെള്ള പദ്ധതി കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ചില പ്രദേശങ്ങൾ 1, 2, 3 അങ്ങനെയുള്ള ചുരുക്കം വീടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു ടാങ്കും കിണറും നിർമ്മിച്ച് കുടിവെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള വലിയ ചെലവ് വരുന്ന കാര്യമാണ്. ഒരു 10-25 കുടുംബങ്ങളിലാണ് നമുക്ക് അതിന് മൈക്രോ പദ്ധതി കൊടുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നഗരസഭയിലുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതി കനമന കുടിവെള്ള പദ്ധതി വരുന്നതോടുകൂടി നമുക്കെന്താണ് അത് യാഥാർത്ഥ്യമാകും കഴിയുമെന്ന രീതിയിലാണ് ഞങ്ങൾ 16 കോടി രൂപ നീക്കിവെച്ച്. വാർഡ് വികസന സമിതി കൺവീനർ ഫൈസൽ പാലോർത്ത് സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമൈസ തിരുവമ്പാടി അധ്യക്ഷയായി. കൗൺസിലർമാരായ TK ഹനീഫ, KP ഹാഷിം, ഇബ്രാഹിം ഹാജി, സ്വാമിദാസൻ, ആഷിക ജുംന, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് V രഞ്ജൻ, PK ഷാഹുൽ ഹമീദ്, സജീവൻ പുല്ലൂക്കര, EA നാസർ, രാജേഷ് കൊച്ചിയങ്ങാടി, ജയൻ ഒതയോത്ത്, രാമചന്ദ്രൻ ജോസ്ന, ഹമീദ് കൊക്കേണ്ടവിട, ഫാറൂഖ് പാലോറത്ത്, ദേവദാസ് മത്തത്ത്, ഫിറോസ് പാലയാട്ട് എന്നിവർ സംസാരിച്ചു. പദ്ധതിക്ക് വേണ്ടി പരേതയായ ആലിയാട്ട് കുഞ്ഞിപ്പാത്തു ഹജ്ജുമയുടെ സ്മരണയ്ക്കായി കിണർ നിർമ്മിക്കാനുള്ള ഭൂമി സൗജന്യമായി നൽകിയ മകൻ ബോസ് ഖാദർ അൽ സബക്കയെ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ഹാഷിം ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായ ഉമേശയുടെ ഒരു ഇടപെടലിൽ കൂടി ഈ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് പദ്ധതിയിലൂടെ ഏകദേശം 80 ലക്ഷത്തോളം രൂപ അനുവദിക്കപ്പെട്ടെങ്കിലും അതിന് കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്താനുള്ള ഒരു പ്രയാസം മുന്നിൽ വന്നപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി തൻ്റെ മാതാവിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി മാത്രമല്ല ഒരു കാരുണ്യത്തിൻ്റെ കൈസ്പർശമായി സേവനത്തിൻ്റെ ഉദാത്ത മാതൃകയായി ആ മാതൃകയോടൊപ്പം തൻ്റെ മാതാവിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ബോസ് ഖാദർക്ക ആ ഒരു നന്മയുടെ മുഖമായി ഈ നാടിൽ എല്ലാ കാലത്തും നമുക്ക് ഏറ്റവും പ്രയാസം ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള വിഷയമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസം നേരിടുന്ന ഒരു വിഷയത്തിൽ അതിൻ്റെ മുൻപന്തിയിലേക്ക് വരികയും നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി തൻ്റെ കയ്യിലുള്ള സ്ഥലത്ത് നിന്ന് അത് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു എന്നത് ഏറ്റവും വലിയ മാതൃകയാണ്. പരേതയായ തിരുവമ്പാടിയിൽ കുഞ്ഞബ്ദുള്ള ഹാജി, നഫീസ ഇട്ടാപ്പള്ളി എന്നിവരുടെ സ്മരണയ്ക്കായി വാട്ടർ ടാങ്ക് നിർമ്മിക്കാനുള്ള ഭൂമി സൗജന്യമായി നൽകിയ ഉമൈസ തിരുവമ്പാടിയെയും OK സിദ്ദിഖിനെയും ചടങ്ങിൽ ചെയർമാൻ V നാസർ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു. കുടിവെള്ള പദ്ധതിക്ക് മുൻകൈയെടുത്ത ചെയർമാൻ V നാസർ മാസ്റ്ററെ വാർഡ് വികസന സമിതിയുടെ ആദരവും ചടങ്ങിൽ നടന്നു. അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 79.70 ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തി ആരംഭിച്ചത്. ഈസ്റ്റ് വള്ളിയ UP സ്കൂളിൽ ബണ്ണീസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണവും ഇതോടൊപ്പം നടന്നു. പ്രഭാഷകനും പോലീസ് ASIയുമായ രംഗീഷ് കടവത്ത് ഉദ്ഘാടനം ചെയ്തു. നാളെ സ്കൂൾ വന്നാൽ ബെഞ്ച് വഴി ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിയില്ല. കാരണം ഓൻ എന്തെല്ലോ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുമ്പോൾ
ടീച്ചർ എന്നെ സമാധാനിപ്പിച്ച എങ്ങനെയാണെന്നറിയോ? അത് പേടിക്കണ്ട, രണ്ടാമത്തെ മൂന്നെണ്ണം അങ്ങനെ തന്നെയാണ്, അതങ്ങ് നീരുമായിരിക്കുന്നു. കൊറോണ കഴിഞ്ഞു, സ്കൂൾ തുറന്നു, കുറെ കാലമായി. ഏതെങ്കിലും കുട്ടിയെ നേരായ വഴിയിലേക്ക് ഇരുത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? പിന്നെ നിങ്ങൾ എന്ത് രക്ഷാകർത്താവാണ്? അതുകൊണ്ട് ഈ നിമിഷം മുതൽ മക്കളെ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളെ വീട്ടിൽ ആപത്ത് സംഭവിക്കാതിരിക്കാൻ നമ്മളെല്ലാം എങ്ങനെ ഇരിക്കണം? നട്ടല് നിവർത്തിയിരിക്കണം. എല്ലാവരും ഒന്നും കൂടി നട്ടല് നിവർത്തിയിരിക്കും. വെരി ഗുഡ്. അയ്യോ, നട്ടല് നിവരാനുള്ള ഒരു എക്സസൈസ് ഞാൻ കാണിച്ചത്. ആ എക്സസൈസ് ദിവസവും ചെയ്താൽ മതി. ഞാനിങ്ങനെ കൈ പൊക്കുമ്പോ നിങ്ങൾക്ക് ശ്വാസം എന്നൊരു സാധനം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അത് ഇതിലൂടെ എടുക്കുക. വെരി ഗുഡ്. എല്ലാം നിങ്ങൾക്ക് അറിയാം. എങ്കിൽ ഞാൻ ഈ കൈ പൊക്കുമ്പോൾ എന്താ പറയാ, മൂക്ക് കൂടി ഇനി അമ്മമാരും എടുത്തോളി ശ്വാസം. ഇനി ഇതെല്ലാം കുഞ്ഞുങ്ങളോടാന്ന് വിചാരിക്കണ്ട, നിങ്ങളും കുഞ്ഞുങ്ങൾ തന്നെയാണ്. എനിക്ക് ഇവിടെ നോക്കുമ്പോ ആരാ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചേയില്ല. അതുകൊണ്ട് ഈ ശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാനിങ്ങനെ കൈ പൊക്കുന്നതിനനുസരിച്ച് നിങ്ങളെ ശ്വാസം അങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കണം. ഇവിടെ നിർത്തുമ്പോ നിങ്ങൾ നിർത്തണം, താഴ്ത്തുമ്പോ നിങ്ങൾ താത്തിക്കൊണ്ടിരിക്കണം. ആൾറെഡി യെസ് പറഞ്ഞോ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും റിലാക്സ് ചെയ്യ്. വെരി ഗുഡ്. ഇനി ശ്വാസം എടുക്കണം കേട്ടാ. ശ്വാസം എടുക്ക്. ഇതാ ശ്വാസം. അനിൽകുമാർ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് VN അജീഷ്, മദർ PTA പ്രസിഡന്റ് K റിൻല, സ്കൂൾ മാനേജർ TK രമേശൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക AK അമൃത സ്വാഗതവും ബണ്ണി ലീഡർ TK ഷിമ നന്ദിയും പറഞ്ഞു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് സെന്റർ നമ്പർ 11 നെടൂൾ പീടിക അങ്കണവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം KP മോഹനൻ MLA നിർവഹിച്ചു. കൂത്തുപറമ്പ് MLA KP മോഹനൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. സാമൂഹ്യ രംഗത്ത് ഏറ്റവും വലിയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഇന്നലെ പെരുന്നൊരു അംഗൻവാടി കെട്ടിടം ഉണ്ടായിരുന്നു. 5 സെന്റ് സ്ഥലമാണ് കൊടുത്തത്. അവിടെ ഈ പറഞ്ഞ മാതിരി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 25 ലക്ഷം രൂപ വീതത്തിലുള്ള കെട്ടിടം ഇന്നലെ പൂർത്തീകരിച്ചപ്പോൾ വളരെ ഗംഭീരമായിട്ട് നാട്ടുകാർക്ക് അതിന് വേണ്ട മറ്റു സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള കെട്ടിടമാക്കി മാറിയിരിക്കുകയാണ്. അപ്പോൾ 5 സെന്റ് സ്ഥലം ഉണ്ടായാൽ നമുക്ക് കൂടുതൽ സൗകര്യത്തോടു കൂടി അതിന്റെ കളിസ്ഥലമൊക്കെ തന്നെ ഉണ്ടാക്കാം. ഞാൻ പ്രിയപ്പെട്ട ചേച്ചി രാശികൾ പറഞ്ഞിരുന്നു, അവരുടെ ഉദാര മനസ്സുകൊണ്ടാണ് നമുക്ക് തന്നത്. 2 സെന്റും കൂടി എങ്ങനെയും കൊടുക്കണം. അത് ആരോഗ്യ പേരിൽ നാമധേയത്തിൽ നമുക്കതാക്കിയാൽ നമുക്ക് ഈ പ്രദേശത്ത് ഏറ്റവും നല്ല അംഗനവാടിയായി മാറ്റാൻ സാധിക്കും. കാരണം നമുക്ക് ഇപ്പോഴും ഈ കുട്ടികൾക്ക് കളിക്കുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നത് ഞങ്ങൾ MLA-മാരൊക്കെ തന്നെ പള്ളിയിൽ നിന്നും അതുപോലെ മറ്റു പള്ളിയിൽ നിന്നൊക്കെ തന്നെ ഊഞ്ഞാലാടാനും അതുപോലെ തന്നെ പലതിനുള്ള കുട്ടികൾക്ക് കളിക്കാനും സ്കേറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഉള്ള സ്ഥലം വേണം, ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ തന്നെ നമുക്ക് നടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ പുതിയ പദ്ധതി ഇത് കഴിഞ്ഞ പ്രാവശ്യം മറ്റ് അംഗനവാടികളിലൊക്കെ തന്നെ കഴിഞ്ഞ MLA-യും മന്ത്രിയുമായിരുന്ന ശൈലജ ടീച്ചർ ഏകദേശം 10-16ഓളം അംഗനവാടികൾക്ക് കണ്ടുകൊടുത്ത് അതൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ 22 അംഗനവാടികൾക്ക് ഭൂമിയുള്ള അംഗനവാടികൾക്ക് ഫണ്ട് കൊടുത്തിരിക്കുകയാണ്. 22 അംഗനവാടികൾക്ക് 25 ലക്ഷം രൂപ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് എന്തായാലും ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി 2025 പകുതിയാകുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് എല്ലാം പൂർത്തീകരിച്ച് ഈ മണ്ഡലത്തിൽ ഏകദേശമുള്ള അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടം വരികയാണ്. സ്വന്തമായി ഭൂമി ആര് തരുന്നു അവർക്ക് അംഗനവാടിക്ക് വേണ്ട ഫണ്ട് 25 ലക്ഷം കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ചാമാളിയതിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന കുഞ്ഞിപ്പറമ്പത്ത്, പഞ്ചായത്ത് അംഗം CK സുലൈഖ, ICDS സൂപ്പർവൈസർ K പ്രീത എന്നിവർ സംസാരിച്ചു. പുത്തലത്ത് നാസർ, സമദ് അറക്കൽ, റഫീഖ് കളത്തിൽ, അബ്ദുള്ള KK, എടവന ആലി, V നാണു, K നാണു, ഷെർലി നെടൂളിൽ, കിഴക്കേടത്ത് അബൂബക്കർ, മുബീൽ മുഹമ്മദ്, JPHN അഖില, ഷീബ, ബീന, ഹെൽപ്പർ പ്രസീന, സ്ഥലം സംഭാവന നൽകിയ ആയിഷ ചെരിച്ചിൽ, അംഗൻവാടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു. അംഗൻവാടി ടീച്ചർ ഷിമിന സ്വാഗതവും CDS അംഗം മീനാക്ഷി നന്ദിയും പറഞ്ഞു.
മാടപ്പിടിക ശ്രീ ചെള്ളത്ത് മടപ്പുര ദേവീക്ഷേത്ര മണ്ഡല മഹോത്സവത്തോട് അനുബന്ധിച്ച് ആധ്യാത്മിക പ്രഭാഷണം നടന്നു. രാജേഷ് നാഥാപുരം പ്രഭാഷണം നടത്തി. ആധ്യാത്മിക പ്രഭാഷകൻ രാജേഷ് നാഥാപുരം പ്രഭാഷണം നടത്തി. ഒരിക്കലും അമാന്തിക്കരുത്. അങ്ങനെയാണ് വീട്ടിൽ സായം സന്ധ്യയിൽ ഒന്നിച്ചിരുന്ന് ജപിക്കുന്ന ഒരു സ്വഭാവം പണ്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ തിരക്കാക്കാം. പക്ഷെ എന്ത് തിരക്കുണ്ടെങ്കിലും അമ്മ മുൻകൈ എടുക്കണം. വീട്ടിലെല്ലാത്തിനും ആണുങ്ങളുടെ തലയിൽ വിട്ടിട്ട് ആണുങ്ങളെ രക്ഷപ്പെടുത്തുകയല്ല കേട്ടോ. പക്ഷെ എപ്പോഴും മുന്നിപ്പോ 6 മാസം വരെ പ്രായമുള്ള കുട്ടി ആരുടെ അടുത്താ കിടക്കുക? അമ്മയുടെ. നിങ്ങൾ വേണമെങ്കിൽ അച്ഛനെടുത്തും കിടത്തിയപ്പോൾ 3 മാസം കയ്യും കാലും ഒഴിഞ്ഞിട്ടുണ്ടാവും. പിറ്റേ ദിവസം രാവിലെ നോക്കാം. കാരണം അമ്മ എങ്ങനെ വീണാലും അമ്മയുടെ ശരീരം എങ്ങനെ സ്പർശിക്കപ്പെട്ടാലും കുട്ടിക്ക് ഒരു പോറൽ പോലും കേൾക്കില്ല. ഞങ്ങളിപ്പോ ക്ഷേത്രത്തിൽ വന്നപ്പോ അവിടെ ഒരു പട്ടി അമ്മയാണ്, 7 മക്കളുമാണ്. മനസ്സിലായില്ലേ? സുരക്ഷിതമായിട്ട് ആ മുറ്റത്ത് കിടന്നുറങ്ങുക. കാരണം ഇവിടെ നിങ്ങൾ ഒരു ഉപദ്രവമായി ഉണ്ടാക്കില്ല എന്നാർക്കറിയാം? അമ്മയ്ക്കറിയാം. അമ്മ മനുഷ്യ സ്ത്രീ ആണെങ്കിലും പട്ടിയാണെങ്കിലും അമ്മ തന്നെയാണ് അല്ലേ? അമ്മയ്ക്ക് തുല്യം അമ്മ തന്നെയാകുന്നു. അപ്പൊ അമ്മയാണ് ഒരു കുടുംബത്തിന്റെ വിളക്ക്. അമ്മയാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ മുൻകൈ എടുക്കേണ്ടത് എപ്പോഴും അമ്മയാണ്. അപ്പൊ സന്ധ്യക്ക് നിങ്ങൾ പണിയെക്കുറിച്ചും വേവലാതികൾ ഒന്നും പറയാതെ 10 മിനിറ്റ് കുടുംബത്തോടൊപ്പം നിങ്ങൾ ജപിച്ചു നോക്കൂ. ഹരേ രാമ ഹരേ രാമ അറിയാവുന്ന മാത്രം ജപിച്ചാൽ മതി. 6 മാസം കൊണ്ട് വീട്ടിലുണ്ടാകുന്ന മാറ്റം അത്ഭുതകരമാണ്. ഒരു പ്രശ്നവും പിന്നെ ആ വീട്ടിലുണ്ടാവില്ല. ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ മാറ്റം. നീ പ്രാർത്ഥിക്കടാ എന്ന് വേണ്ട അമ്മ TV കണ്ടാൽ ഒരു കാരണവശാലും പ്രാർത്ഥിക്കില്ല, കുട്ടി പ്രാർത്ഥിക്കില്ല. ഇന്നലെ വാട്സാപ്പിൽ രംഗം കണ്ടു. കുട്ടി മൊബൈൽ മാന്തലോ മാന്തലോ ഇതിനാണുള്ള പരിപാടി അല്ലേ? നമ്മുടെ പിള്ളേർ മൊബൈലിന് അടിമകളായി പോയി. എന്തിനാ അടിമയായി പോയത്? 6ാമത്തെ മാസം 1.5 കിലോ ചോറ് ഇവനെ കൊണ്ട് കഴിപ്പിക്കുക. എങ്ങനെയാ? ഈ സാധനം തുറന്ന് മുന്നിൽ വെച്ചോട്ടാ മതി. ചെള്ളത്ത് അയ്യപ്പ സേവാ സംഘം കൺവീനർ രാജീവൻ പുറക്കണ്ടി സ്വാഗതം പറഞ്ഞു. ഗുരുസ്വാമിമാരായ രാധാകൃഷ്ണൻ, സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ജോയിന്റ് കൺവീനർ റിഗിൽ നന്ദി പറഞ്ഞു. തുടർന്ന് പ്രസാദ ഊട്ടും നടന്നു. നവംബർ 17 ആരംഭിച്ച മഹോത്സവം ദിവസവും ഭജന, പ്രഭാഷണം, ഭക്തിഗാനസുധ, കച്ചേരി, വിവിധ ക്ഷേത്രകലാ പരിപാടികളോടെ ഡിസംബർ 27 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ തോട്ടട ITIയിൽ KSU-SFI സംഘർഷം. പ്രവർത്തകർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി, പോലീസ് ലാത്തി വീശി. പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് തീയിട്ട സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ഏകാധിപത്യത്തിന് ഏകാധിപതിയായ മുഖ്യമന്ത്രി ഉത്തരം പറയണമെന്ന് VD സതീശൻ. പാനൂർ നഗരമധ്യത്തിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് ആശങ്ക പരത്തി. പ്ലാസ്റ്റിക് കുമിഞ്ഞ് കത്താൻ തുടങ്ങിയതോടെ വ്യാപാരികൾക്കും സ്കൂൾ കുട്ടികൾക്കും ദേഹാസ്വാസ്ഥ്യം. കടുത്ത ബ്രണ്ണൻ പക്ഷപാതിയായതിനാൽ ചുക്ലിയിലെ തലശ്ശേരി ഗവൺമെന്റ് കോളേജ് എന്ന ആശയത്തെ താൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. അമ്മയും കുഞ്ഞും ആശുപത്രി 2025 ഉദ്ഘാടന സജ്ജമാകുമെന്നും സ്പീക്കർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.